നമസ്കാരം. ഒരു ആരാധനാലയത്തിൽ എന്തൊക്കെയാണ് നടക്കുക? ആരാധനയും പ്രാർത്ഥനകളിൽ മുഴുകിയുള്ള ഏകാന്തതയും പിന്നെ വിശ്വാസികളുടെ വരവും പോക്കുമൊക്കെയാണ്. ഏതൊരു ആരാധനാലയം എടുത്താലും അതിൻ്റെ പ്രാഥമിക കർത്തവ്യം എന്നത് ഇതുമാത്രമാണ്. എന്നാൽ മതാന്ധതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും പിടിയിലാകുന്നവർ ആരാധനാലയങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. വിശ്വാസത്തിനും അപ്പുറം ശാസ്ത്രീയമായ രോഗചികിത്സയെ വെല്ലുന്ന പ്രേതബാധ വരെ ഒഴിപ്പിച്ചു കളയും. അത്തരം സ്ഥലങ്ങൾ ഇന്നും രാജ്യത്തിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മാനസിക വിഭ്രാന്തിയുടെ മൂർത്തഭാവത്തിൽ സ്വയം മറന്ന് ജീവിക്കുന്ന രോഗികളെ ഇരുമ്പു ചങ്ങലയിൽ കെട്ടിയിട്ട് ചികിത്സിക്കുന്ന ഒരിടമുണ്ട്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ഏർവാടി ദർഗയാണ് പ്രസിദ്ധമായ ഈ പള്ളി. ഭൂതപ്രേതങ്ങളെയും പിശാചിനെയും ഒക്കെ മയിൽപീലി കൊണ്ടും ചൂരൽ പ്രയോഗങ്ങൾ കൊണ്ടും സ്വപ്ന ചികിത്സ കൊണ്ടും പറപ്പിക്കുന്ന ഇടം. മാനസിക രോഗികളെ മുഴുഭ്രാന്തരാക്കി അവരെ കെട്ടിയിട്ട് ചികിത്സിക്കുന്ന ഇടം കൂടിയാണിത്. നിറം ചാലിച്ച ദർഗാവിശേഷങ്ങൾ മാത്രമാണ് പുറം ലോകത്തിന് അറിയുന്നത്. പക്ഷേ പറഞ്ഞു കേൾക്കാത്ത എത്ര ഭീകരമായതും ഭയപ്പെടുത്തുന്നതുമായ കാഴ്ചകൾ കാണാൻ ഇവിടം ഇനിയും ബാക്കി വെച്ചിട്ടുണ്ട്. ചില യൂട്യൂബർമാർ റിസ്ക് എടുത്ത് കുറച്ചൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ ജീവനോടെ തിരിച്ചെത്തിയതാണ് ഈ ദർഗയിലെ വിശ്വാസങ്ങൾക്ക് കരുത്തു പകരേണ്ടത്. തൂത്തുക്കുടി പോകുന്ന വഴിയിൽ വേളാങ്കണ്ണിയിലേക്ക് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഏർവാടി ദർഗയിലെത്തും. ഇവിടെ 2001 ഓഗസ്റ്റ് 6 വലിയൊരു തീപിടുത്തമുണ്ടായി. അന്ന് ആ തീയിൽ വെന്തു മരിച്ചത് 28 മാനസിക രോഗികളാണ്. ഏർവാടി ദർഗയുടെ വശ്യ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ വാക്കുകൾ വേറെ കടമെടുക്കണം. എങ്ങും മൂത്രത്തിന്റെ ദുർഗന്ധം വമിക്കുന്ന ഇടമാണെന്ന് പറഞ്ഞത് അവിടെ സന്ദർശിച്ചവർ തന്നെയാണ്. ദർഗയിലെത്തുന്നവരെല്ലാം വിശ്വാസികളാണ്. പക്ഷെ അവർക്കൊന്നും അവിടുത്തെ ശുചിത്വത്തെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല. ദർഗയിലെ ശുചിത്വമില്ലായ്മ പറയുമ്പോൾ അത് ദൈവത്തെ പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ പേരിൽ പണമുണ്ടാക്കുന്നവരാണ് ആ ദർഗയുടെ പരിസരത്തെ ദുർഗന്ധം വമിപ്പിക്കുന്ന ഇടമാക്കിയത്. അങ്ങനെ ഓക്കാനം വരുന്ന കാഴ്ചകളുടെ കൂമ്പാരമാണ് ഏർവാടിയിലെ ദർഗയിൽ കാണാനാകുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വൃത്തിയില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത് പരിപാലനം കൃത്യമല്ലാത്തത് കൊണ്ടാണ്. മൂത്രത്തിന്റെ ദുർഗന്ധം കാരണം മൂക്ക് പൊത്തുകയാണ് സഞ്ചാരികൾ ചെയ്യാറ്. ഇവിടുത്തെ ഹോട്ടലുകളിൽ ശുചിത്വമില്ലാത്ത അവസ്ഥയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും. മഴക്കാലമായാലും മൂത്രവും മഴവെള്ളവും ഒക്കെ കെട്ടി നിൽക്കുന്ന ഇടമായി ഇവിടം മാറും. പരിസര ശുചിത്വം എന്നൊന്ന് അവിടെ ഇല്ല. പക്ഷേ വിശ്വാസികൾ ഇവിടെ നൽകുന്നത് കോടികളുടെ വരുമാനമാണ്. വരുമാനം വരുന്നുണ്ടെങ്കിലും ശുചിമുറികൾ നിർമ്മിക്കുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല. പ്രത്യേക ഗന്ധമാണ് അവിടെ തളം കെട്ടി നിൽക്കുന്നത്. മാനസിക രോഗികൾക്ക് ചികിത്സ നൽകുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ദർഗയിലെ പിശാചിനെ ഒഴിപ്പിക്കുന്ന സ്ഥലത്തും ദുർഗന്ധമാണ്. ദർഗയ്ക്കകത്തുള്ള ഒരു ഭാഗത്ത് നൂലുകെട്ടൽ, മന്ത്രചികിത്സ, ഓതൽ തുടങ്ങിയ പരിപാടികൾ നടത്തുന്ന ഇടവും വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ഈ ദർഗയും ദർഗയിലെ വരുമാനവും നിയന്ത്രണവും എല്ലാം ഒരു കൂട്ടം ആൾക്കാരുടെ കീഴിലാണ്. ഇവിടുത്തെ വിശ്വാസങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതോ ചെറു മന്ത്രവാദികളും ചില ആളുകളുമാണ്. അവർക്കേ ദർഗയിലെ കാര്യങ്ങളിൽ അധികാരമുള്ളൂ. ദർഗയ്ക്ക് ചുറ്റും കടുത്ത മാനസിക വിഭ്രാന്തിയുള്ളവർ യഥേഷ്ടം നടക്കുന്നുണ്ട്. ഇവർക്കൊപ്പമാണ് വിനോദസഞ്ചാരികളും വിശ്വാസികളും എല്ലാം ഇടകലർന്ന് നടക്കുന്നത്. എത്ര ഭയാനകമാണ് ഈ കാഴ്ച! മനസ്സിന് നിയന്ത്രണമില്ലാത്തവരും നിയന്ത്രണമുള്ളവരും ഒരുമിച്ച് കഴിയുന്ന ഇടം. യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത ഇടം. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇത് പുറം ലോകത്തെത്തിക്കാൻ നോക്കിയാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടില്ല. ഗുണ്ടായിസം അവിടെയുമുണ്ട്. ഈ ദർഗയിൽ പ്രധാനമായും നടക്കുന്നത് മാനസിക രോഗികളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ നൽകാതെ തന്നെ സ്വപ്നങ്ങളിലൂടെ രോഗം ഭേദമാകുമെന്നാണ് വിശ്വസിപ്പിക്കുന്നത്. സ്വന്തം ശരീരത്തെ കീറിമുറിക്കുക, കറൻസികൾ വലിച്ചു കീറി പറത്തുക, അട്ടഹസിക്കുക, വൃത്തിഹീനമായ സ്ഥലത്ത് ഉരുളുക, മലമൂത്ര വിസർജനം നടത്തുക, ചിലർ അമേദ്യം ഭക്ഷിക്കുക കൂടി ചെയ്യുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ മതിയാകൂ. കാരണം അവരെല്ലാം മാനസിക രോഗികളാണ്. ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗം. എന്നാൽ അതല്ല അവിടെ നടക്കുന്നത്. ദർഗയ്ക്കുള്ളിലെ വലിയ മരങ്ങളിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് കാലുകൾ ബന്ധിച്ച് പൊതുസ്ഥലത്താണ് രോഗികളെ പാർപ്പിച്ചിരിക്കുന്നത്. ദർഗയുടെ മറവിൽ നടക്കുന്നത് പണസമ്പാദനമാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇവിടുത്തെ വരുമാന സ്രോതസ് കൈയാളാൻ വർഷാവർഷം ടെൻഡർ വിളിക്കുന്നുണ്ട്. ടെൻഡറിൽ പങ്കെടുക്കാൻ 80 ലക്ഷം മുതൽ 1 കോടി വരെയാണ് കെട്ടിവെക്കേണ്ടത്. ഇങ്ങനെ ടെൻഡർ ലഭിക്കുന്നവർ ഒരു വർഷം കൊണ്ട് സമ്പാദിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഇവിടെ എത്തുന്നവരെ ഭീകരമായി പറഞ്ഞു പേടിപ്പിക്കാൻ തന്നെ ഒരു സംഘം ദർഗയുടെ കവാടത്തിൽ ഉണ്ടാകും. അവിടെയുണ്ട്. ഇവർ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതോടെ പിശാചിനെ ഒഴിപ്പിക്കാൻ വീണ്ടും ഈ ദർഗയിലേക്ക് ആളുകൾ എത്തും. തുടർന്നാണ് ഭീമമായ തുക ഇവരിൽ നിന്നും വാങ്ങിക്കൂട്ടുന്നത്. എന്തോ വലിയ ഫലസിദ്ധിയുള്ള സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാണ് പറ്റിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ചികിത്സ ഭ്രാന്തിന് ഉള്ള ചികിത്സയാണ്. ഭ്രാന്തുള്ളവരെ പാർപ്പിച്ചാണ് ചികിത്സ. 2001 ഓഗസ്റ്റ് 6 അതിരാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ 28 പേരാണ് വെന്തു മരിച്ചത്. കുടുംബക്കാർ ഉപേക്ഷിച്ചിട്ട് പോയവരാണവർ. ചങ്ങലക്കിട്ടിരുന്നത് കൊണ്ട് ഒരാൾക്ക് പോലും രക്ഷപ്പെടാനായില്ല. ദർഗയിൽ വന്നവർ ഒരാൾ പോലും ഇപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാറുമില്ല. ദർഗയിൽ ചികിത്സയ്ക്ക് എത്തിയവരെ കുറിച്ച് അന്വേഷിക്കണം. കാട്ടിപ്പള്ളി എന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്.
ഇന്ന് അവിടെ മാലിന്യം നിറഞ്ഞ സ്ഥലമായിരിക്കുകയാണ്. പണ്ട് മാനസിക രോഗികളെ പാർപ്പിക്കാനുള്ള ഇടമായിരുന്നു. അവിടെ ഒരു ചെറിയ ദർഗയുണ്ട്. ആ ദർഗയ്ക്കടുത്താണ് ആൾക്കാരെ ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ച് പാർപ്പിച്ചിരുന്നത്. അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടവരെ കൊന്നൊടുക്കിയത് ഇവിടെ വെച്ചായിരുന്നു. അവിടെ തീ പടർന്നത് എങ്ങനെയാണെന്ന് ആർക്കും നിശ്ചയമില്ല. പക്ഷെ വെന്തു മരിച്ചത് 28 ജീവനുകളാണെന്ന് ഇന്നും അവിടെയുള്ളവർ ഓർക്കുന്നുണ്ട്. എന്നാൽ ആരും അത് പരസ്യമായി പറയാൻ പോലും തയ്യാറല്ലെന്ന് മാത്രം. മാനസിക രോഗികളായതുകൊണ്ട് തടിക്കട്ടിലല്ല ഉപയോഗിക്കാൻ നൽകിയിരുന്നത് ഇരുമ്പുകട്ടിലാണ്. തീപിടുത്തത്തിൽ ഇരുമ്പുകട്ടിൽ ചുട്ടുപഴുത്തു, ഇരുമ്പ് ചങ്ങലകളും ചുട്ടുപഴുത്തു. മനോരോഗികളുടെ നിലവിളി പോലും ആരും കേട്ടില്ല എന്നാണ് പ്രദേശവാസികളിൽ പ്രായം ചെന്നവർ പറയുന്നത്. അവരുടെ നിലവിളിക്ക് ആരാണ് കാതോർത്തത്? ആരാണ് വെന്തുരുകിപ്പോയ മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നത്? ദർഗയ്ക്കകത്ത് മാനസിക രോഗികൾ ഇപ്പോഴുമുണ്ട്, മരച്ചോട്ടിൽ ബന്ധിച്ചിരിക്കുന്നവർ. കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുണ്ട്. രാമനാഥപുരം ജില്ലയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ഈ ദർഗയും വിശ്വാസികളും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശേഷണങ്ങളിലും നെഗറ്റീവായ കഥകൾ കേൾക്കാനാവില്ല. അത് കണ്ടു തന്നെ അറിയണം. 6666 ഏക്കർ സ്ഥലത്താണ് ഏർവാടി സ്ഥിതി ചെയ്യുന്നത്. ഏർവാടി ദർഗ, കാട്ടുപള്ളി, അർക്കസുമുച്ച, വാൽനോക്കി, കീളക്കര എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ വാൽനോക്കി പോയാൽ കടലിന്റെ 100 മുതൽ 150 മീറ്റർ അടുത്ത് ഒരു കിണറുണ്ട്. ബാക്കിയുള്ള എല്ലായിടത്തും ഉപ്പുവെള്ളമാണ്. ആ കിണറ്റിലെ വെള്ളത്തിന് ഉപ്പില്ല. അങ്ങനെ കണ്ടതും കാണാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് ഏർവാടി എന്നും പറയാം.